ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ ഇന്നത്തേക്ക് ആരംഭിച്ചു. തിരച്ചിലിന് വെല്ലുവിളിയായി ഇന്നും ചെറിയ മഴയുണ്ട്. ഇടയ്ക്ക് രാവിലെ മഴ ഉണ്ടായിരുന്നില്ല എന്ന് ശ്രീധരൻ പറഞ്ഞു. പുലർച്ചെ മുതൽ ചെറിയ മഴ ഉണ്ടായിരുന്നു എങ്കിലും നേരത്തെ ശ്രീധരൻ സംസാരിക്കുന്ന സമയത്ത് മഴ ഉണ്ടായിരുന്നില്ല. നമുക്ക് ശ്രീധരനോട് തന്നെ ചോദിക്കാം അവിടുത്തെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് എന്ന്. ശ്രീധരൻ, ഗുഡ് മോർണിംഗ്. ഇന്ന് തെരച്ചിൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ആരൊക്കെ തെരച്ചിലിനായി ഉണ്ടാവും? ഡ്രഡ്ജർ സംവിധാനം എങ്ങനെ പ്രവർത്തിക്കും? കാലാവസ്ഥ അനുകൂലമാണോ ശ്രീധരൻ? മോത്തി, ഇപ്പോൾ രാവിലെ കാലാവസ്ഥ അല്പമൊന്ന് അനുകൂലമായിട്ടുണ്ട്. മഴയ്ക്ക് ശമനമുണ്ട്. പുലർച്ചെ ശക്തമായ മഴ നേരത്തെ മോത്തി സൂചിപ്പിച്ച പോലെ തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. 8 മണിക്ക് തന്നെ തിരച്ചിൽ നടപടികൾ ആരംഭിച്ചു. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. നേരത്തെ 4 കോണ്ടാക്ട് പോയിന്റുകളാണ് മേജർ ജനറൽ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം മാർക്ക് ചെയ്തത്. അതിൽ 4ലും 3ലും കഴിഞ്ഞ ദിവസം സെർച്ച് ചെയ്തിരുന്നു. അവിടെ നിന്ന് കാര്യമായിട്ടുള്ള ഒന്നും കിട്ടിയില്ല. ഇപ്പോൾ കോണ്ടാക്ട് പോയിന്റ് 2ലാണ് സെർച്ച് ഓപ്പറേഷൻസ് നടക്കുന്നത്. അവിടെ ഇപ്പോൾ ഡ്രഡ്ജിംഗ് കമ്പനിയുടെ തൊഴിലാളികളും അതുപോലെ തന്നെ അവരുടെ തന്നെ മുങ്ങൽ വിദഗ്ധരുമാണ് നിലവിൽ ഈ തിരച്ചിലിന് ഇറങ്ങിയിട്ടുള്ളത്. മറ്റ് സംഘാംഗങ്ങളൊന്നും, അതായത് ദേശീയ ദുരന്ത നിവാരണ സേനയുടെയോ അതുപോലെ സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെയോ സംഘാംഗങ്ങൾ ഇപ്പോൾ എത്തിയിട്ടില്ല. ഏതായാലും ഈ കോണ്ടാക്ട് പോയിന്റ് 2ൽ കാര്യമായിട്ട് എന്തെങ്കിലും ലഭിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. നിലവിൽ ഏതായാലും ആ ഭാഗം കേന്ദ്രീകരിച്ച് തന്നെ പരിശോധന നടക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കാലാവസ്ഥ കൂടി പൂർണ്ണമായി അനുകൂലമായാൽ മാത്രമേ ഈ തിരച്ചിൽ നടപടികൾ സുഗമമായി മുന്നോട്ട് പോകാനാകൂ. ഇന്നലെ രാവിലെ ചെറിയ തോതിൽ വലിയ മഴ പെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ അല്പം മന്ദഗതിയിലായിരുന്നു ഈ തിരച്ചിൽ. പക്ഷേ ഉച്ചയോടുകൂടി തന്നെ മഴ പൂർണ്ണമായും മാറി നിൽക്കുന്ന ഒരു സ്ഥിതി തന്നെയാണ്. ഇപ്പോൾ ആ കൈ യന്ത്രം, അതായത് ഹിറ്റാച്ചി പരിശോധിക്കുന്ന ആ ഭാഗമാണ് കോണ്ടാക്ട് പോയിന്റ് 2 എന്നുള്ളത്. കരയിൽ നിന്ന് ഏതാണ്ട് 65 മീറ്റർ മാറിയാണ് ആ ഭാഗമുള്ളത്. അവിടെയാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കുറച്ചുകൂടി സൂം ചെയ്താൽ മനസ്സിലാവും. ഏതായാലും 2ാമത്തെ പോയിന്റിലാണ് പരിശോധന ഇന്ന് നടക്കുന്നത് എന്നാണ് ശ്രീധരൻ പറയുന്നത്. കാലാവസ്ഥ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നു. ഇതിങ്ങനെ തന്നെ തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു എങ്കിൽ തെരച്ചിൽ നന്നായി തന്നെ മുന്നോട്ട് പോയേനെ, എന്തെങ്കിലും വിവരങ്ങളൊക്കെ ലഭ്യമായേനെ.